പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സ്വദേശ് മെഗാ ക്യൂസ്, അക്ഷരമുറ്റം, പ്രതിഭ, ലിറ്റിൽ സ്കോളർ തുടങ്ങിയ ക്യൂസ് മത്സരങ്ങൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിലാണ്, സിമ്പിളായിട്ടാണ് ഇതിൽ ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോയിലേക്ക് പോകാം. പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നതാര്? മനു ഭാക്കർ. മനുവിന് ഇരട്ട മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. ഹരിയാന സ്വദേശിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരമാര്? അമേരിക്കക്കാരനായ നോഹ ലെയ്ൻസ് 9.79 സെക്കൻഡിൽ 100 മീറ്റർ ഫിനിഷ് ചെയ്തു. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരമാര്? ജൂലിയൻ ആൽഫ്രഡ് 10.12 സെക്കൻഡിലാണ് ആൽഫ്രഡ് 100 മീറ്റർ ഫിനിഷ് ചെയ്തത്. സെന്റ് ലൂസിയക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ താരമാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന് ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാകുന്ന നദി സെയിൻ നദി. ഇന്ത്യയിലെ ആദ്യ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല? വയനാട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയതാര്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 7 ബജറ്റുകളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരെന്ത്? മാതൃഭൂമി. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകനാര്? മനോലോ മാർക്കോസ്. ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി. 2024 ജൂലൈ മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് നൽകുന്ന ദേശീയ ഗുണനിലവാര അംഗീകാരമായ മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആശുപത്രി ഏത്? മാനന്തവാടി ജില്ലാ ആശുപത്രി, വയനാട്. ദേശീയ അവാർഡാണ് മുസ്കാൻ. പേര് ഓർത്തു വെക്കണം, മുസ്കാൻ. നേരത്തെ കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. ഇതോടെ കേരളത്തിലെ 2 ആശുപത്രികൾക്കാണ് മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയം? വികസിത ഭാരതം. 2024 ജൂലൈ ഏത് ആകാശഗോളത്തിലാണ് വാസയോഗ്യമായ ഗുഹയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചത്? ചന്ദ്രനിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള വനമേഖല ഏത്? പെരിയാർ വനമേഖല. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ചതാർക്ക്? രാഹുൽ ഗാന്ധി. 2024 യൂറോ കപ്പ് ജേതാക്കൾ ആര്? സ്പെയിൻ. 2028 യൂറോ കപ്പ് വേദിയാകുന്നത് എവിടെയാണ്? ബ്രിട്ടൻ, അയർലൻഡ്. ഓണത്തിന് പൂവ്, പച്ചക്കറി കൃഷി ചെയ്യുന്ന കുടുംബശ്രീ പദ്ധതിയാണ് നിറപ്പൊലിമ 2024, ഓണക്കനി 2024. ഉച്ചഭക്ഷണം ഓഫീസുകളിൽ എത്തിക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് ലഞ്ച് ബെൽ. വയനാട് ദുരന്തബാധിത പ്രദേശത്ത് സൈന്യമുണ്ടാക്കിയ പാലത്തിൻ്റെ പേരെന്ത്? ബെയ്ലി പാലം. ബെയ്ലി പാലം പൂർത്തിയാക്കിയ സൈന്യത്തിൻ്റെ എഞ്ചിനീയർ മേജർ സീതാ ഷെൽക്കെ. ആഗസ്റ്റ് 5 രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി? ഷെയ്ഖ് ഹസീന. ദേശീയ പതാക ദിനം ജൂലൈ 22. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ പതാകയായി സ്വീകരിച്ചതിൻ്റെ ഓർമ്മക്കായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 22 ദേശീയ പതാക ദിനമായി ആചരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കുന്ന സംസ്ഥാനം? കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എവിടെ നിന്നാണ് മരുന്ന് കൊണ്ടുവന്നത്? ജർമ്മനിയിൽ നിന്ന്. മരുന്നിൻ്റെ പേരെന്ത്? മിൽറ്റിഫോസിൽ. മക്കളെ, അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു രോഗമാണ്. അത് ഈയിടെയായിട്ട് പേപ്പറുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് അല്ലേ? 5ാം ക്ലാസ്സിലെ സയൻസ് യൂണിറ്റ് 2
വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗം എടുത്തപ്പോൾ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അത് 5ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ പോയി കാണണേ. 5, 7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ദിനാചരണ ക്വിസ് വീഡിയോകളും LSS, USS പഠന ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. Please like and subscribe.